JRFന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 2023 ഡിസംബറിൽ നടന്ന മലയാളം NTA JRF നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. നിങ്ങളൊരു പേപ്പർ പേനയും കയ്യിലെടുക്കുക. ഓരോ ചോദ്യം വരുമ്പോഴും ABCD എന്നുള്ള ഉത്തരത്തിന് നേരെ ഒരു വട്ടം വരയ്ക്കുക. അത് നിങ്ങൾ കറപ്പിക്കുക. കാരണം ഇത്തവണ മുതൽ OMR രീതിയിലേക്ക് പരീക്ഷ മാറിയിരിക്കുകയാണ്. ഒരു തരത്തിൽ നല്ലതാണെങ്കിലും ഒരു പ്രാവശ്യം ഉത്തരം മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തിരുത്താനാകില്ല എന്നുള്ളത് അതിൻ്റെ ഒരു ന്യൂനതയാണ്. എന്നിരുന്നാലും ശ്രദ്ധയോടുകൂടി നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. 2023 ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഓരോ ഉത്തരവും ഒന്ന് പോസ്റ്റ് ചെയ്ത് ഒന്ന് കറുപ്പിച്ച് ശരിയാണോ എന്ന് നോക്കാവുന്നതാണ്. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ്. ഒരു ചോദ്യത്തിന് 1 മിനിറ്റ് എടുക്കാൻ ശ്രമിക്കുക. 120 മിനിറ്റ് ആണ് നിങ്ങൾക്ക് മലയാളം പരീക്ഷ എഴുതാൻ ലഭിക്കുന്ന സമയം, അതായത് 2 മണിക്കൂർ. പൂർണ്ണമായിട്ടും 3 മണിക്കൂറിലുള്ള പരീക്ഷയാണ് നടത്തുന്നത്. അതിൽ 1 മണിക്കൂർ 50 ചോദ്യങ്ങളുള്ള ഒന്നാം പേപ്പറാണ്. 2 മണിക്കൂറുള്ള 100 ചോദ്യങ്ങൾ അടങ്ങുന്ന ബുക്ക്ലെറ്റ് ആണ് രണ്ടാം പരീക്ഷ. അതുകൊണ്ട് തന്നെ 1 മിനിറ്റ് വെച്ച് നിങ്ങൾ ഒരു ചോദ്യത്തിന് ചിലവാക്കുക, അല്ലെങ്കിൽ സമയം തികയാതെ വരും. ഓരോ ചോദ്യവും ഞാൻ വായിച്ച് അതിന്റെ ഉത്തരം പറഞ്ഞു പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, സ്വതന്ത്ര വിനിമയം ഫ്രീ വേരിയേഷൻ എന്ന വിഭാഗത്തിൽ പെടാത്തത്? ചാകുക, ചാവുക, ചെരിപ്പ്, ചെരുപ്പ്, അലയ്ക്കുക, അരയ്ക്കുക, ചുവപ്പ്, ചുമപ്പ്. ഉത്തരം ഒന്ന് പോസ്റ്റ് ചെയ്യുക. നിങ്ങളൊന്ന് എഴുതുകയോ അല്ലെങ്കിൽ ഒന്ന് കറുപ്പിക്കുകയോ ചെയ്യുക. ഉത്തരം 3 ആണ്. അലയ്ക്കുക, അരയ്ക്കുക. ചോദ്യപേപ്പർ പരിചയപ്പെടുക എന്നുള്ള ഉദ്ദേശം മാത്രമുള്ളത് കൊണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്രമാത്രം ആവർത്തിച്ചിരിക്കുന്നു എന്ന് അറിയുവാനും വേണ്ടിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയത് എന്നുള്ളത് കൊണ്ടും കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇതിന് മുൻപുള്ള എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോകളോ അല്ലെങ്കിൽ മറ്റു വീഡിയോകളോയിൽ നിന്ന് ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ആശയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളത് കണ്ട് നോട്ട് എഴുതുക. ഇതിന്റെ ഉത്തരമായി വരുന്നത് 3 ആണ്. അടുത്ത ചോദ്യം, ഘടനാവാദാനന്തര ചിന്തകർ ഡെല്യൂസ്, മാത്യു അർണോൾഡ്, ഴാക്ക് ലക്കാൻ, ജൂഡിത്ത് ബട്ട്ലർ, സിഗ്മണ്ട് ഫ്രോയിഡ്. 5 പേരെ നൽകിയിട്ടുണ്ട്. അതിൽ ഘടനാവാദം പറഞ്ഞിരിക്കുന്ന ആരൊക്കെയെന്നാണ് ചോദ്യം. ശരിയായ ഗണം തിരഞ്ഞെടുക്കുവാനാണ് ചോദ്യം നൽകിയിരിക്കുന്നത്. ABD എന്നിവ മാത്രം, BCD എന്നിവ മാത്രം, ACD എന്നിവ മാത്രം, CDE എന്നിവ മാത്രം. എൻ്റെ ചില സുഹൃത്തുക്കൾക്ക് കാഴ്ച പരിമിതി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന ചോദ്യങ്ങളൊക്കെയും ഞാൻ വായിച്ച് ഇങ്ങനെ ഇടുന്നത്. അതുകൊണ്ട് ചിലർ എന്നോട് ചോദിക്കുകയുണ്ടായി, ഈ സ്ക്രീനിൽ തരുന്ന ചോദ്യം എന്തിനാണ് വായിക്കുന്നതെന്ന്. കേട്ട് മാത്രം ഈ ചോദ്യങ്ങൾ പരിചയിക്കുന്ന കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങളൊന്ന് എഴുതുക അല്ലെങ്കിൽ മാർക്ക് ചെയ്യുക. ഉത്തരം 3 ആണ്. ACD എന്നിവ മാത്രം. ഡെല്യൂസ്, ഴാക്ക് ലക്കാൻ, ജൂഡിത്ത് ബട്ട്ലർ എന്നിവരാണ് ഘടനാവാദ ചിന്തകരായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശബ്ദാർത്ഥവും സഹിതവും കാവ്യം ആരുടെ നിർവചനം? ശബ്ദാർത്ഥവും സഹിതവും കാവ്യം ആരുടെ നിർവചനം എന്നാണ് ചോദ്യം. ഭാമഹൻ, രുദ്രടൻ, ദണ്ഡി, ഭട്ടദൗതൻ. ബ്രാഹ്മഹൻ, രുദ്രടൻ, ദണ്ഡി, ഭട്ടദൗതൻ. ഉത്തരം ഭാമഹനാണ്. ഭാമഹൻ.
കോയിമ്പട നായർ കടന്നു വരുന്ന കലാരൂപം ഏത്? കോയിമ്പട നായർ കടന്നു വരുന്ന കലാരൂപം ഏത്? തെയ്യം, മുടിയേറ്റ്, സംഘക്കളി, പാങ്കളി. തെയ്യം, മുടിയേറ്റ്, സംഘക്കളി, പാങ്കളി. ഉത്തരം മുടിയേറ്റാണ്. ഉത്തരം മുടിയേറ്റാണ്. ഇത് മുൻകാല ചോദ്യപേപ്പറിൽ ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യം കൂടിയാണ്. MP നാരായണപിള്ള രചിച്ച കഥകൾ ഏതൊക്കെയാണ് ചോദ്യം. 5 പോയിന്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. നദിയും തോണിയും, ഹിജഡ, ശ്രീചക്രം, അരിമ്പാറ, ജോർജ് ആറാമന്റെ കോടതി എന്നിവയാണ് പോയിന്റ്സ്. ഓപ്ഷൻസ് AE എന്നിവ, BCE എന്നിവ, BE എന്നിവ, CDE എന്നിവയാണ്. നദിയും തോണിയും, ഹിജഡ, ശ്രീചക്രം, അരിമ്പാറ, ജോർജ് ആറാമന്റെ കോടതി എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഉത്തരം 3 BE എന്നിവയാണ് ഉത്തരം വരുന്നത്. BE എന്ന് പറഞ്ഞാല് ഹിജഡ, ജോർജ് ആറാമന്റെ കോടതി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ പച്ചമലയാള പ്രസ്ഥാനത്തിൽപ്പെട്ട കൃതികൾ ഏതൊക്കെ? ഒരു തോണിയാത്ര, പാക്കനാർ, കണ്ണൻ, ശക്തൻ തമ്പുരാൻ, തങ്കമ്മ. ഒരു തോണിയാത്ര, പാക്കനാർ, കണ്ണൻ, ശക്തൻ തമ്പുരാൻ, തങ്കമ്മ. വായിക്കുമ്പോഴേ നമ്മൾക്കറിയാം ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. കൃത്യമായി പഠിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് വായിക്കാം. ABD, BCD, BCDE, ACDE എന്നിവ. ഒരു നിമിഷം നിങ്ങൾ ഉത്തരം മാർക്ക് ചെയ്യുക. ഇതിനകത്ത് ചോദ്യത്തിന്റെ ഒരു പ്രത്യേകത, ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 56 എന്ന് ഇട്ടിട്ടുള്ളതല്ല നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ അല്ലെങ്കിൽ ആൻസർ കീ നോക്കുമ്പോൾ നോക്കേണ്ടത്. ഇത് താഴെയായിട്ട് ക്വസ്റ്റ്യൻ ടൈപ്പ്, ക്വസ്റ്റ്യൻ ID എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ആ IDയിൽ നിങ്ങൾ നോക്കുക. ഇപ്പൊ 728 അവസാനം വരുന്ന IDയുടെ ഓപ്ഷൻ ID നിങ്ങൾ നോക്കുക. അതിൽ ഏത് ഓപ്ഷൻ ആണോ ആൻസർ ആയി കൊടുത്തിരിക്കുന്നത് അതാണ് കൃത്യമായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ 28 എന്നുള്ള ഓപ്ഷൻ ID ആണ് ഉള്ളത് എന്നുകൊണ്ട് തന്നെ 3 ആൻസർ ആയിട്ട് വരിക. 3 ഉത്തരം എഴുതിയിരിക്കുന്നത് ശരിയാണ്. 3 ആൻസർ ആണ്. BCDE, പാക്കനാർ, കണ്ണൻ, ശക്തൻ തമ്പുരാൻ, തങ്കമ്മ എന്നിവയാണ് ഈ പറയുന്ന പച്ചമലയാള പ്രസ്ഥാനത്തിൽപ്പെട്ട കൃതികൾ. കാശ്, പണം, തിരമം എന്നീ 3 നാണയങ്ങളെ കുറിച്ചും പരാമർശിക്കുന്ന മണിപ്രവാള കൃതി ഏത് എന്നുള്ളതാണ് ചോദ്യം. ചന്ദ്രോത്സവം, അനന്തപുര വർണ്ണനം, കോകസന്ദേശം, വൈശികതന്ത്രം ഇവയാണ് നൽകിയിരിക്കുന്നത്. ഉത്തരം ഒന്നും നോക്കാനില്ല, അനന്തപുര വർണ്ണനമാണ്. കാശ്, പണം, തിരമം 3 വന്നിരിക്കുന്ന 3 നാണയങ്ങളും വന്നിരിക്കുന്നത്. അതേസമയം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട്. താരം എന്ന നാണയം വരുന്നത്, അങ്ങനെ വരുന്ന കൃഷ്ണഗാഥയെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ 2 മാത്രം, അതായത് കാശ്, പണം എന്നിവ മാത്രം പ്രസ്താവിക്കുന്നത് ഏത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പല കൃതികളിലും പല രീതികളിലുള്ളത് കൊണ്ട് ഈ 3 വരുന്ന ഒരേ ഒരു കൃതി എന്ന് പറഞ്ഞാൽ അനന്തപുര വർണ്ണനമാണെന്ന് ഓർത്തിരിക്കണം. ഇത് റിപ്പീറ്റഡ് ചോദ്യമാണ്. ഒരു രാജ്യം, നിങ്ങൾക്കൊരു ഭാഷ, നിങ്ങൾക്കൊരു ദേവൻ, നിങ്ങൾക്കൊരു സമുദായം. ഈ വരികൾ ആരുടെ? ഓപ്ഷൻസ് ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ, KP കറുപ്പൻ, സഹോദരൻ അയ്യപ്പൻ. ഒരു രാജ്യം, നിങ്ങൾക്കൊരു ഭാഷ, നിങ്ങൾക്കൊരു ദേവൻ, നിങ്ങൾക്കൊരു സമുദായം. ഈ വരികൾ ആരുടെ? ഉത്തരം കുമാരനാശാനാണ്. ഉത്തരം കുമാരനാശാൻ. അടുത്ത ചോദ്യം, വി രാജകൃഷ്ണന്റെ നിരൂപണ ഗ്രന്ഥങ്ങൾ ഏതൊക്കെ? രോഗത്തിന്റെ പൂക്കൾ, തിരസ്കാരം, ആധുനികതയുടെ മധ്യാനം, ആളൊഴിഞ്ഞ അരങ്ങ്, നഗ്നയാമിനികൾ. ശരിയായ ഗണമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഈ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ ആൻസർ നമുക്ക് ലഭിക്കുന്നതാണ്. തിരസ്കാരം, ആധുനികതയുടെ മധ്യാനം ഒക്കെ
KP അപ്പൻ എന്ന് പറയുന്ന വിമർശകനായിരിക്കുന്ന പ്രഭാഷകനായിരിക്കുന്ന KP അപ്പന്റേതാണ്. അപ്പൊ ഇതിനകത്ത് ശരിയായ ഗണം വരുന്നത് ABC, ACD, ADE, ACE എന്നിവയാണ്. ഉത്തരം മാർക്ക് ചെയ്യുക. ഇതിന്റെ ഉത്തരം 3 ADE ആണ്. രോഗത്തിന്റെ പൂക്കൾ, ആളൊഴിഞ്ഞ അരങ്ങ്, നഗ്ന യാമിനികൾ. താഴെ കൊടുത്തവയിൽ അർദ്ധ സമവൃത്തങ്ങളേവ? വിയോഗിനി, പുഷ്പിതാഗ്ര, വസന്തതിലകം, വസന്തമാലിക, ഇന്ദ്രവജ്ര. കഴിഞ്ഞ ബാച്ചിലെ കുട്ടികൾക്ക് ഞാൻ രാവിലെ ഒരു 15 ചോദ്യത്തോളം പറഞ്ഞു കൊടുത്തിരുന്നു. ക്ഷമിക്കണം, 15 ചോദ്യത്തോളം അല്ല, കുറച്ച് ഒരു 10-30 വോയിസ് ഇട്ടിരുന്നു. അതിൽ 15-ലധികം ചോദ്യങ്ങൾ വന്നതിൽ ഒരു ചോദ്യമായിരുന്നു അർദ്ധസമവൃത്തങ്ങളുടേത്. ഈ ചോദ്യം തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. ഇതിന്റെ ഉത്തരം, ഇതിന്റെ കോഡ് നോക്കുക, 742 ഇതിന്റെ കോഡ് വരുന്നത്. ഉത്തരം 2 ABD. വിയോഗിനി, പുഷ്പിതാഗ്ര, അതുപോലെ D വസന്ത മാലിക എന്നിവയാണ്. അടുത്ത ചോദ്യം, KP കേശവമേനോൻ രചിച്ച യാത്രാ വിവരണമാണ്. ഈ ചോദ്യങ്ങൾ ഇതിന്റെ കൃത്യമായിട്ട് വായിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ലഭിക്കുന്ന ഒരു ചോദ്യോത്തരമാണ്. ക്ലിയോപാട്രയുടെ നാട്ടിൽ, ലണ്ടൻ ഡയറി, കാളപ്പൂരിന്റെ നാട്ടിൽ എന്നിവയൊന്നും അല്ല എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. ഒന്നാമത്തെ വിലാത്തി വിശേഷം തന്നെയാണ് ആൻസർ. ജോൺ പോളിന്റെ തിരക്കഥകൾ ഏതൊക്കെയെന്നാണ്. ഇതുവരെ ചോദിക്കാത്ത ഒരു വ്യക്തിത്വമാണ് ജോൺ പോൾ. ഒരുപക്ഷെ അദ്ദേഹത്തിന് നിര്യാണം ഒക്കെ കഴിഞ്ഞ കാലഘട്ടമായതുകൊണ്ട് കൂടിയായിരിക്കാം ചോദ്യപേപ്പറിൽ പെട്ടെന്ന് അദ്ദേഹം ഉൾപ്പെട്ടത് എന്ന് കരുതുന്നു. അദ്ദേഹത്തിന്റെ തിരക്കഥകൾ ഏതൊക്കെയെന്നുള്ള ചോദ്യത്തിൽ 5 പോയിന്റുകളായി നൽകിയിരിക്കുന്നത് കേളി, ചാമരം, മാളൂട്ടി, മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവട്ടം, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്നിവയാണ്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്നുള്ള സിനിമ അല്ലെങ്കിൽ തിരക്കഥ പത്മരാജന്റേതാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 2 ഓപ്ഷൻസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ADE, BCE. ABD, BCD ആണുള്ളത്. നിങ്ങൾ ഉത്തരം എഴുതിയില്ല അല്ലെ? അത് ക്ഷമിക്കണം. നിങ്ങളൊന്ന് ഉത്തരം പോസ് ചെയ്തിട്ട് എഴുതുക. ഞാൻ അറിയാതെ വിശദീകരിച്ചു പോകും, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആൻസർ ലഭിച്ചു എന്ന് കരുതുന്നു. ABD, BCD, ADE, BCE. ഇതിൽ ഏതാണ് ആൻസർ എന്ന് ഉള്ളത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക. രണ്ടാണ് ഉത്തരം. BCD. ചാമരം, മാളൂട്ടി, മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്നിവയാണ് അദ്ദേഹത്തിന്റെ തിരക്കഥകൾ വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തവയിൽ ഒന്ന് കാര്യവും മറ്റൊന്ന് കാരണവുമാണ്. കാര്യം, കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിൽ പൗരാണിക പ്രമേയങ്ങൾ ആഖ്യാനം ചെയ്യുമ്പോഴും 18-ാം നൂറ്റാണ്ടിലെ കേരളമാണ് തെളിഞ്ഞു വരുന്നത്. കുഞ്ചൻ നമ്പ്യാർക്ക് പൗരാണിക സങ്കല്പങ്ങളെക്കുറിച്ച് വികലമായ ധാരണയാണ് ഉണ്ടായിരുന്നത് എന്നതാണ് കാരണമായി കൊടുത്തിരിക്കുന്നത്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. കാര്യവും കാരണവും ശരി. കാരണം കാര്യത്തിന്റെ ശരിയായ വിശദീകരണമാണ്. കാര്യവും കാരണവും ശരി. കാരണം കാര്യത്തിന്റെ ശരിയായ വിശദീകരണമല്ല. കാര്യം ശരി, കാരണം ശരിയല്ല. കാര്യം ശരിയല്ല, കാരണം ശരി. ഇതിന്റെ ഉത്തരം വരുന്നത് 3. ആൻസർ 3. കാര്യം ശരി, കാരണം ശരിയല്ല. കുഞ്ചൻ നമ്പ്യാരുടെ കൃതികൾ പൗരാണിക പ്രമേയങ്ങൾ ആഖ്യാനം ചെയ്യുമ്പോഴും 18-ാം നൂറ്റാണ്ടിലെ കേരളമാണ് തെളിഞ്ഞു വരുന്നത്. കൃത്യമാണ്, ശരിയാണ്. മറ്റൊന്ന്, കുഞ്ചൻ നമ്പ്യാരുടെ പൗരാണിക സങ്കല്പങ്ങളെ കുറിച്ച് വികലമായ ധാരണയാണ് കുഞ്ചൻ നമ്പ്യാർക്ക് ഉണ്ടായിരുന്നതെന്നാണ് കാരണമായിട്ട് പറയുന്നത്. അത് കാണുമ്പോൾ തന്നെ തെറ്റാണെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കണം. പിന്നെ പ്രത്യേകിച്ച് കാര്യകാരണങ്ങൾ മിക്കവാറും വരുന്നത് സാഹിത്യ ചരിത്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് പ്രമുഖരുടെ ലേഖനങ്ങളിൽ നിന്നോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടേതായ ഒരു അഭിപ്രായമല്ല ഇതിനകത്ത് രൂപപ്പെടേണ്ടത്. അത്തരം വായനകളിലൂടെയാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
താഴെ കൊടുത്തവയിൽ ലക്ഷണയുമായി ബന്ധപ്പെട്ടത് ഏതാണെന്നാണ് ചോദ്യം. എ ശബ്ദാർത്ഥ വ്യാപാരം, ബി വാച്യാർത്ഥ ബാധിതം, സി വ്യംഗ്യാർത്ഥ പ്രധാനം, ഡി വാച്യാർത്ഥത്തോട് ബന്ധപ്പെട്ട മറ്റൊരർത്ഥം, പ്രസിദ്ധി ഫലം എന്നിവ ഉദ്ദിഷ്ടമായ അർത്ഥം ഇ എന്നിവയാണ് പോയിന്റ്സ് ആയി നൽകിയിരിക്കുന്നത്. ശരിയായ ഉത്തരമാണ് നൽകേണ്ടത്. ഓപ്ഷൻസ് എ ബി സി ഡി, എ ബി ഡി ഇ, ബി സി ഡി ഇ, എ സി ഡി ഇ എന്നിവയാണ്. പോസ് ചെയ്യുക, ഉത്തരം എഴുതുക. ഉത്തരം 2 ആണ്. എ ബി ഡി. ശബ്ദാർത്ഥ വ്യാപാരം അഭിധ ലക്ഷണ വ്യഞ്ജനയിലെ ലക്ഷണയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശബ്ദാർത്ഥ വ്യാപാരം. അതുപോലെ വാച്യാർത്ഥം ബാധിതമാണ് ലക്ഷണയ്ക്ക്. മറ്റൊന്ന് വാച്യാർത്ഥത്തോട് ബന്ധപ്പെട്ട മറ്റൊരർത്ഥം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. അതുപോലെ പ്രസിദ്ധി ഫലമാണ് ഉദ്ദിഷ്ടമായ അർത്ഥമായിട്ട് ലക്ഷണയ്ക്ക് വരുന്നത്. അടുത്ത ചോദ്യം, വിലയറിവാനരുതാകിയ രത്നം വേറൊരു പൊന്നിൻ ചെപ്പിലതല്ല, ദലവലയാകിയ തുകലിൽ പൊതുകിലു മതിനുടെ മഹിമ വിരോധം വരുമോ? ഏത് കവിയുടെ ഏതു രചനയാണ് സൂചിതം? എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം, മാധവ പണിക്കരുടെ ഭാഷാ ഭഗവത്ഗീത, ശങ്കര പണിക്കരുടെ ഭാരതമാല, രാമപണിക്കരുടെ രാമായണം. ഇത് സാഹിത്യ ചരിത്രത്തിലൊക്കെ കൃത്യമായിട്ട് ഉള്ളത് കൂടിയാണ്. അതുപോലെ ഇത് മുൻകാല ചോദ്യപേപ്പറിലുള്ള ചോദ്യം കൂടിയാണ്. വിലയറിവാൻ അരുതാകിയ രത്നം എന്നുള്ളത് തുടങ്ങുന്ന വരികൾ, അത് ഉത്തരം വരുന്നത് മാധവ പണിക്കരുടെ ഭാഷാ ഭഗവത്ഗീത എന്നാണ്. മാധവ പണിക്കരുടെ ഭാഷാ ഭഗവത്ഗീത എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ചോദ്യം, തപ്പ് ഏത് കലാരൂപത്തിന്റെ അകമ്പടി വാദ്യമാണ്? തപ്പ് ഏത് കലാരൂപത്തിന്റെ അകമ്പടി വാദ്യമാണ്? മുടിയേറ്റ്, പടയണി, സർപ്പംതുള്ളൽ, തീയാട്ട്. മുടിയേറ്റ്, പടയണി, സർപ്പംതുള്ളൽ, തീയാട്ട്. ഉത്തരം മാർക്ക് ചെയ്യുക. പടയണി. ഉത്തരം പടയണി. ശാസനങ്ങളും ഭരണാധികാരികളും ചേരുംപടി ചേർക്കാനുള്ള ചോദ്യമാണ്. ശാസനങ്ങളും ഭരണാധികാരികളും ചേരുംപടി ചേർക്കുക. വാഴപ്പിള്ളി ശാസനം, മാമ്പിള്ളി ശാസനം, പാലിയം ശാസനം, തരിസാപ്പള്ളി ശാസനം. ശ്രീവല്ലഭൻ കോത, സ്ഥാണുരവി, രാജശേഖരൻ, വിക്രമാദിത്യ വരഗുണൻ, ഭാസ്കര രവിവർമ്മ. നിങ്ങൾ ഈ ഓപ്ഷൻ നോക്കുക, ആൻസർ എഴുതുക. ഈ ചോദ്യപേപ്പറിൽ 50 ചോദ്യങ്ങൾ ഉൾക്കൊള്ളിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ അതിന് എടുക്കേണ്ട സമയം 1 മണിക്കൂറാണ്. ഉത്തരം ലഭിച്ചു എന്ന് കരുതുന്നു. ഒന്ന് പോസ് ചെയ്യുക. ഉത്തരം കൃത്യമായി രേഖപ്പെടുത്തുക. ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് 2 ആണ്. A3. വാഴപ്പിള്ളി ശാസനം രാജശേഖരന്റെയാണ്. മാമ്പള്ളി ശാസനം ശ്രീവല്ലഭൻ കോതയാണ്. അതുപോലെ പാലിയം ശാസനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ശ്രീമൂലവാസൻ ചെപ്പേട് എന്നും കൂടെ അറിയപ്പെടുന്നതാണ് പാലിയം ശാസനം. അത് വിക്രമാദിത്യ വരഗുണന്റെയാണ്. അതുപോലെ തരിസാപ്പള്ളി ശാസനം എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്ഥാണുരവിയാണ് ഓർമ്മ വരേണ്ടത്. സ്ഥാണുരവി മാർസപ്പീർ ഈശോയ്ക്ക് മാർസപ്പീർ ഈശോയാണ് മറ്റൊരു പേര് ഓർക്കേണ്ടത്. ഒരുപാട് പ്രത്യേകതകൾ കൂടിയുള്ള ഒരു ശാസനമാണ് തരിസാപ്പള്ളി. രണ്ടാമതായിട്ട്, അതായത് കാലക്രമത്തിൽ വാദഹപ അജോ മാജു എന്ന് പറയുന്നതിൽ രണ്ടാമതായിട്ടാണ് കാലക്രമത്തിൽ തരിസാപ്പള്ളി വരുന്നത്. ഒന്നാമത്തെ ശാസനമായിട്ട് വരുന്നത് വാഴപ്പിള്ളിയാണ്, രണ്ടാമത് തരിസാപ്പള്ളി. അപ്പോൾ ഉത്തരം 2 ആണ്.
നാടൻ പാട്ടുകളുടെ സവിശേഷതകൾ ഏതൊക്കെയെന്നാണ് അടുത്ത ചോദ്യം. വാമൊഴി വഴക്കം, അജ്ഞാത കർത്തൃത്വം, താളാത്മകത, ലിഖിതപാഠം, പാഠഭേദത്വം. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കണം. ABC മാത്രം, ABCD മാത്രം, ABCE മാത്രം, CDE മാത്രം. വാമൊഴി വഴക്കം, അജ്ഞാത കർത്തൃത്വം, താളാത്മകത, ലിഖിതപാഠം, പാഠഭേദത്വം. ഉത്തരം എഴുതുക. ഉത്തരം 3 ABCE. ഇല്ലാത്തത് ലിഖിത പാഠമാണ്. അതായത് ലിഖിത പാഠം എന്ന് ഉദ്ദേശിക്കുന്നത് എഴുതി വെക്കുന്ന രീതി എന്നുള്ളതാണ്. ഒരിക്കലും നാടൻ പാട്ടുകൾ എഴുതി വെക്കാറില്ല. പാഠഭേദത്വം ഉള്ളതാണ് നാടൻ പാട്ടുകൾ. അതുപോലെ വാമൊഴിയിലൂടെ ഉള്ളതാണ്. ആരാണ് എഴുതിയതെന്ന് അറിയത്തില്ല. താളാത്മകമായിട്ടുള്ള പാട്ടുകളാണ്. ചോദ്യപേപ്പർ പരിചയപ്പെടുത്തുകയാണ് ആയതുകൊണ്ടാണ് ഞാൻ ഉത്തരങ്ങൾ കൂടുതലായിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നൊന്നും പറയാത്തത്. എന്നിരുന്നാലും നിങ്ങൾ എങ്ങനെയാണ് ആ ഓപ്ഷനിലേക്ക് എത്തുന്നത് എന്നുള്ളത് നോക്കുക. അടുത്ത ചോദ്യം. ദ്വിതീയാക്ഷരപ്രാസം കവിതയ്ക്ക് ആവശ്യമാണ് എന്ന വാദത്തെ എതിർത്തവർ ആരെല്ലാം? 2 മേഖലയായിട്ട് തിരിച്ചിട്ടുള്ള 2 പട്ടികയാണിത്. ഒന്ന് AR പക്ഷവും മറ്റേത് കേരളവർമ്മ പക്ഷവുമാണ്. കേരളവർമ്മ പക്ഷത്തിലാണ് പ്രാസം വേണമെന്ന് പ്രതിപാദിച്ച അല്ലെങ്കിൽ വേണമെന്ന് വാദിച്ച ഒരുപാട് പേരുള്ളത്. അതുപോലെ ARന്റെ പക്ഷത്തുള്ളവരെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കവിതയ്ക്ക് ആവശ്യമാണ് എന്ന വാദത്തെ എതിർത്തത് ആരൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് എന്തായാലും AR പക്ഷമുണ്ട്. അപ്പൊ AR പക്ഷത്തിൽ AR വേണമല്ലോ. AR B. നിങ്ങൾ ആൻസർ എഴുതൂ. അതിനുശേഷം ഞാൻ ഉത്തരം പറഞ്ഞുതരാം. ഉള്ളൂർ S. പരമേശ്വരയ്യർ, AR രാജരാജവർമ്മ, C. അന്തപ്പായി, ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ, KC കേശവപിള്ള. ഉത്തരം 4. ARന്റെ കൂടെ നിന്നതിൽ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കേണ്ട ഒരു പേരാണ് KC കേശവപിള്ളയുടേത്. അതിനോടൊപ്പം വരുന്ന ഒരാളെന്നുള്ള രീതിയിൽ C. അന്തപ്പായിയെയും ഓർക്കാം. ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ, അതുപോലെ വെൺമണി അച്ഛൻ നമ്പൂതിരി, മോഹൻ നമ്പൂതിരി, അങ്ങനെ തുടങ്ങിയവരെല്ലാവരും, ഉള്ളൂര് തുടങ്ങിയവരൊക്കെ കേരളവർമ്മയുടെ പക്ഷക്കാരാണ്. അന്നത്തെ ചെറുപ്പക്കാരായിരുന്ന ഒരു പക്ഷമാണ് എനിക്ക് തോന്നുന്നു ARന്റെ പക്ഷത്ത് നിന്നത്. ബാക്കിയെല്ലാം അമ്മാവനായിട്ടുള്ള ARന്റെ അമ്മാവനായിട്ടുള്ള കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന്റെ പക്ഷത്ത് നിൽക്കുകയായിരുന്നു. ഇവിടെ ഉത്തരം BCE ആണ്. 4. അടുത്ത ചോദ്യം. രാജശേഖരൻ പ്രതിഭയെ വേർതിരിക്കുന്നത് എങ്ങനെയെന്നാണ്? സാധാരണ, ഉൽപ്പന്ന, കാര്യേത്രി, ഭാവേത്രി, ഉപദേശ. ശരിയായ ഉത്തരം സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. AB മാത്രം, CD മാത്രം, ABC മാത്രം, BCD മാത്രം. നോക്കേണ്ട ആവശ്യമൊന്നുമില്ലാത്ത ഒരു ഉത്തരമാണ്. കാരണം കാര്യേത്രി, ഭാവേത്രി എന്നാണ് രാജശേഖരൻ തിരിച്ചിട്ടുള്ളത്, പ്രതിഭയെ വേർതിരിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം. തുള്ളലും പ്രമേയങ്ങളുമാണ് ചേരുംപടി നൽകിയിരിക്കുന്നത്. സഭാപ്രവേശം, കിരാതം, കാർത്തിവീര്യാർജുന വിജയം, ഘോഷയാത്ര. അർജുനന്റെ മിഥ്യാഭിമാന തകർച്ച, ദുര്യോധനനെ ഗന്ധർവൻ പരാജയപ്പെടുത്തുന്നത്, ഭീമസേനന്റെ അഹങ്കാരത്തിന് ശമനം, രാവണന്റെ ഗർവ് ഇല്ലാതാകുന്നു, ദുര്യോധനന് സംഭവിക്കുന്ന സ്ഥലജല വിഭ്രാന്തി. ഇവയിൽ നിന്നാണ് ശരിയായ ഉത്തരം തെരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ ഈ ചോദ്യം ഒന്ന് നോക്കുക, ആൻസറുകൾ ഒന്ന് നോക്കുക. സ്ക്രീനിൽ രണ്ടും കൂടെ കാണിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ചോദ്യം ഇതാണ്. കോഡുകൾ ഇതാണ്. വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഉത്തരം എഴുതി കഴിയുമെന്ന് കരുതുന്നു.
സഭാപ്രവേശനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇതിലേതാണ് വരുന്നത്? സഭാപ്രവേശത്തിൽ ആരാണുള്ളത്? ദുര്യോധനനാണ്. മഹാഭാരതം ഇതിഹാസമായിട്ടുള്ള മഹാഭാരതത്തിലെ വിവിധ ഏടുകൾ അല്ലെങ്കിൽ വിവിധ സംഭവങ്ങളുടെ പരമ്പരകളിലൂടെയുള്ള തുള്ളൽ കഥകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സഭാപ്രവേശം എന്ന് പറയുമ്പോൾ അത് ദുര്യോധന്, അത് മാത്രമല്ല രാമായണത്തിന്റെ ഉണ്ട്, രാവണന്റെ ഗർവില്ലാതാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ദുര്യോധന് സംഭവിക്കുന്ന സ്ഥലജല വിഭ്രാന്തിയാണ് സഭാപ്രവേശം എന്നതിൽ വരുന്നത്. ഈ കിരാതം എന്നുള്ളതിൽ വരുന്നത് ഒന്നാമത്തെ അപ്പോൾ എ എന്ന് പറയുന്നത് 5 2 കിരാതം എന്ന് പറയുമ്പോൾ അർജുനന്റെ മിഥ്യാഭിമാന തകർച്ചയാണ്. കർത്തിവീരാർജുന വിജയമാണ് രാവണന്റെ ഗർവ് ഇല്ലാതാകുന്നത്. ഘോഷയാത്ര ദുര്യോധനനെ ഗന്ധർവൻ പരാജയപ്പെടുത്തുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉത്തരം എന്ന് പറയുന്നത് 4. ഉത്തരം 4. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങളിൽ പി ഭാസ്കരന്റെ രചനകൾ ഏവ? റംസാനിലെ ചന്ദ്രികയോ, രജനീഗന്ധിയോ, കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ, കൽഹാരഹാരവുമായി. അറിയത്തില്ല, അതിന്റെ ട്യൂൺ എനിക്ക് കിട്ടുന്നില്ല. അടുത്ത പാട്ട്, വൃശ്ചികരാത്രി തൻ അരമന മുറ്റത്തൊരു പിശ്ചിക പൂപ്പന്തൽ ഒരുക്കി. അടുത്തതറിയാം. 10 വെളുപ്പിന് മുറ്റത്ത് നിക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത, നിന്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. അടുത്ത നോക്കുക. കാക്കക്കുയിലെ ചൊല്ലു കൈ നോക്കാൻ അറിയാമോ. ഇത്രയും പാട്ടുകളാണ് നൽകിയിരിക്കുന്നത്. ABC ആണോ, BCD ആണോ, BDE ആണോ, CDE ആണോ? ശ്രദ്ധിച്ച് ആൻസർ എഴുതുക. ABC, BCD, BDE, CDE എന്നിവ. ഉത്തരം 4. CDE. വൃശ്ചികരാത്രി തൻ അരമന മുറ്റത്തൊരു 10 വെളുപ്പിന് മുറ്റത്ത് നിൽക്കണ കാക്കക്കുയിലെ ചൊല്ലു കൈ നോക്കാൻ അറിയാമോ. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 1, 2 പാട്ടുകൾ ആരൊക്കെ എഴുതി എന്നുള്ളത് നിങ്ങൾ തേടി കണ്ടുപിടിക്കേണ്ടതാണ്. ഞാൻ എപ്പോഴെങ്കിലും ഒരു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ തയ്യാറാക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഓരോരുത്തരുടെയും ഓരോ പാട്ടുകളും ആരുടെയൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിടാം. സമയത്തിന്റെ പരിമിതി മൂലവും കുറെ നാളുകളായിട്ട് വീഡിയോ ചെയ്യാത്തതിന്റെ മൂലവുമാണ് ഇപ്പോഴിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഇടയായത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അത് കണ്ടുപിടിച്ച് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക, കണ്ടുപിടിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കഥാപാത്രങ്ങളും കൃതികളും. കോച്ചി കുര്യൻ, രാമപ്പണിക്കർ, രാമൻ മേനോൻ, ശങ്കുവാശൻ. സരസ്വതി വിജയം, മാർത്താണ്ഡവർമ്മ, പുല്ലേലിക്കുഞ്ചു, ശാരദ, ഘാതകവധം. ഇത് റിപ്പീറ്റഡ് ചോദ്യമാണ്. ഉത്തരം എഴുതാൻ ശ്രമിക്കുക. കോശി കുര്യൻ, മറിയം, കോശി കുര്യനൊക്കെ വരുന്നത് ഏതിലാണ്? കോശി കുര്യൻ വരുന്നത് ഘാതകവധമാണ്. ഘാതകവധം. അപ്പോൾ A5 ആണ്. A5 2 ഓപ്ഷനിലാണ് വന്നിരിക്കുന്നത്. അടുത്ത രാമപ്പണിക്കർ വരുന്നത് എവിടെയാണെന്ന് നോക്കുക. 1-ലാണോ 3-ലാണോ? സരസ്വതി വിജയത്തിലാണ് രാമപ്പണിക്കർ ഉള്ളത്, പുല്ലേലി കുഞ്ചുവിലാണോ രാമപ്പണിക്കർ ഉള്ളതെന്ന് നോക്കുക. പുല്ലേലി കുഞ്ചുവിലാണ് രാമപ്പണിക്കർ വരുന്നത്. രാമൻ മേനോൻ C4 ആണ്. രാമൻ മേനോൻ വരുന്നത് ശാരദയിലാണ്. ശംഖു ആശാൻ വരുന്നത് D2 ആണ്. മാർത്താണ്ഡവർമ്മ. ഫസ്റ്റ് ഓപ്ഷനിലാണ് വ്യത്യാസം വരിക. 2, 4 ഒരേ ഒരു ഓപ്ഷൻ, B മാത്രമേ ഉള്ളൂ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു പോയിട്ടില്ലെങ്കിൽ ഓപ്ഷൻ തെറ്റിയാൽ മാർക്ക് പോകും. ഇവിടെ നോക്കുക, ഉത്തരം തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. 2 അല്ല 4 ആണ് ഉത്തരം. അടുത്തത് പഞ്ചവാദ്യത്തിൽ പെടുന്നവയാണ്. ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ചോദ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. ചെണ്ട, തിമില, ഇലത്താളം, തുടി, ഇടയ്ക്ക. ABE മാത്രം, APC മാത്രം, BCD മാത്രം, BCE മാത്രം. എന്തായാലും പഞ്ചവാദ്യങ്ങളിൽ ചെണ്ട വരില്ല. അതുപോലെ തന്നെ
പഞ്ചവാദ്യങ്ങളിൽ തുടി വരില്ല. അപ്പൊ ഈ എയും ഡിയും പോയി കഴിഞ്ഞാൽ തിമില ഇലത്താളം ഇടയ്ക്ക. തിമില ഇലത്താളം BCE ആൻസർ വരിക BCE. സോറി, നിങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള സമയം തന്നില്ല അല്ലെ. BCE കൊടുത്തിരിക്കുന്ന ഉത്തരം തെറ്റാണ്. ധർമ്മരാജ ഗദ്യത്തിലുള്ളൊരു നായർ മഹാകാവ്യമാകുന്നു എന്ന് അഭിപ്രായപ്പെട്ട നിരൂപകൻ ആരാണ്? കേസരി, മുണ്ടശ്ശേരി, മാരാർ, MP പോൾ. കേസരി, മുണ്ടശ്ശേരി, മാരാർ, MP പോൾ. ധർമ്മരാജ ഗദ്യത്തിലുള്ളൊരു നായർ മഹാകാവ്യമാകുന്നു എന്ന് അഭിപ്രായപ്പെട്ട നിരൂപകൻ ആരാണ്? ഉത്തരം MP പോളാണ്. ഉത്തരം MP പോളാണ്. ഇതുവരെ 25 ചോദ്യങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം.